ഹായ് വെൽക്കം ഓൾ. മറ്റൊരു വീഡിയോ നമുക്കിവിടെ പരിചയപ്പെടാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റിലൂടെ ഫേസ്ബുക്ക് പേജിന്റെ ലൈക്സ് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ മുന്നോട്ട് പറയാണ് എങ്ങനെ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് യൂസ് ചെയ്ത് ഫേസ്ബുക്കിന്റെ ഫോളോവേഴ്സ് ലൈക്ക് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്തതിനു ശേഷം ദെൻ എൻഗേജ്മെന്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക, മാനുവൽ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ. യെസ്, അപ്പോൾ ഞാൻ ഓൾറെഡി പറയാറുണ്ട്, കറക്റ്റായിട്ട് പേര് ലൈക്ക് ആഡ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യുക, പേര് കൊടുക്കുക. യെസ്, ഓക്കെ, നെയിം കറക്റ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റേഴ്സ് ഇതിൽ നമുക്ക് കൂടുതലായിട്ട് ഒന്നും ചെയ്യേണ്ട. ദെൻ നെക്സ്റ്റ് കൊടുക്കുക, പേരൊന്ന് കറക്റ്റ് ചെയ്യുക. ദെൻ മെസ്സേജിങ് ആപ്സിന് പകരം എന്ത് ചെയ്യണം, ഓൺ യുവർ ആഡ് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് അത് നമ്മൾ എൻഗേജ്മെന്റിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കോൾ, അതുമല്ല വെബ്സൈറ്റ്, അതല്ല ആപ്പും അല്ല. താഴേക്ക് വരുമ്പോൾ ഫേസ്ബുക്ക് പേജ് എന്നാണ്, ഫേസ്ബുക്ക് പേജ് ക്ലിക്ക് ചെയ്യുക. യെസ്, ഫേസ്ബുക്ക് പേജ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ പേജ് ഏതാണ്, ഏത് പേജാണോ വേണ്ടത് ആ പേജ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ നിങ്ങൾക്ക് പേജുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം ഏത് പേജാണോ നിങ്ങൾക്ക് വേണ്ടത്. അതിനുശേഷം നിങ്ങൾക്കിവിടെ ബിഡ് ക്യാപ്പ്, ചെറിയൊരു എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കോസ്റ്റ് പെർ റിസൾട്ട് കൊണ്ട്, അതായത് നിങ്ങൾക്ക് ഒരു ലൈക്കിന് എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു എമൗണ്ട് ഇവിടെ കൊടുക്കണം. ഇവിടെ നോക്കുന്ന സമയത്ത് 38K 109K ആണ് റീച്ച് കിട്ടുന്നത്. അതിന് 309 മുതൽ 892 വരെ ലൈക്ക് കിട്ടാമെന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ബിഡ് ഒരു 5 rupees ഒക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 5 രൂപ ആണ് കൊടുക്കുന്നെങ്കിൽ ഒരു ലൈക്കിന് 5ന്റെ ഉള്ളിലാണ് നിങ്ങളുടെ എമൗണ്ട് പോവുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ ഒരുപാട് കുറഞ്ഞു പോയാൽ നിങ്ങൾ ആഡ് സ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. വളരെ കുറയണ്ട, പക്ഷെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം കോസ്റ്റ് പെർ റിസൾട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ബിഡ് ക്യാപ്പ് കൊടുക്കാം. ബിഡ് ക്യാപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. യെസ്, അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ബഡ്ജറ്റ് കൊടുക്കുക. 1000 ബിലോ 200 500 2000 10,000 എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ എൻഡ് ഡേറ്റും സ്റ്റാർട്ട് ഡേറ്റും കൊടുക്കാം. ഓക്കെ, ഇനി എൻഡ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് നമുക്ക് 10 വരെ മതി, 10 വരെ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 20 ആണെങ്കിൽ 20 കൊടുക്കുക, ഒരു 1 month വേണമെങ്കിൽ 1 month കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുശേഷം താഴേക്ക് വരുന്ന സമയത്ത് നെക്സ്റ്റ് നമ്മുടെ ലൊക്കേഷൻ ഓൾ ഇന്ത്യ ആണ് നിങ്ങളുടെ ആക്ടിവിറ്റി. ഈ ഒരു പേജിലേക്ക് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ കേരള ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഇനി അതെല്ലാം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വേണ്ടി കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് വേണമെങ്കിൽ കൊടുക്കാം. എല്ലാ ഓപ്ഷനും നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ലൈക്ക് ക്യാമ്പയിനൊക്കെ ആവുന്നുണ്ട്. നമുക്ക് ഏറ്റവും നല്ലത് നിയറസ്റ്റ് ആണ്, ഒരു സിംഗിൾ ഷോപ്പൊക്കെയാണ് നിങ്ങൾ ചെറിയ 10 കിലോമീറ്റർ സറൗണ്ടിങ്സ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി 10 കിലോമീറ്ററിനുള്ളിൽ കൊടുക്കുക. ബാക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളം കൊടുക്കുന്നത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ദെൻ നിങ്ങളുടെ ഓഡിയൻസ് ലെവല് ഒന്ന് സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസിലേക്ക് മാറ്റിയതിന് ശേഷം കറക്റ്റായിട്ട് നിങ്ങളുടെ ഓഡിയൻസ് സെറ്റ് ചെയ്യുക. ഓഡിയൻസ് സെറ്റ് ചെയ്യുമ്പോൾ ഓഡിയൻസിൻ്റെ ഏജ് നിങ്ങൾ കറക്റ്റ് മെൻഷൻ ചെയ്യുക. ഈ സ്റ്റുഡൻസിലേക്കാണ് നിങ്ങൾ ടാർഗറ്റ് എങ്കിൽ സ്റ്റുഡൻസിന് കണക്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഏജ് ഒന്ന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക. ഒരു 26 27 അല്ലെങ്കിൽ 30ക്കുള്ളിലൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, 30 വരെ കിടന്നോട്ടെ. സ്റ്റുഡൻ്റ് അല്ലാത്തൊരു ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ ജെൻഡർ, ഇപ്പോൾ ലേഡീസിന് മാത്രമാണെങ്കിൽ ലേഡീസ് കൊടുക്കുക, മെൻ മാത്രമാണെങ്കിൽ മെൻ കൊടുക്കുക, അല്ലെങ്കിൽ ഓൾ കൊടുക്കുക. ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ഏത് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിലേക്കാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കോഴ്സോ അവർക്ക് വേണ്ട പ്രൊഡക്റ്റോ സർവീസാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാ സ്റ്റുഡൻസിലേക്കും കാണിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻറ്റ് എന്ന് മാത്രം നമുക്കിവിടെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, മെഡിക്കൽ സ്റ്റുഡൻസ് ഈ ലെവലിൽ കൊടുക്കുക. അതല്ല ഈ കൊമേഴ്സ്, മാനേജ്മെൻറ്റ്, അതർ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെ നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി അതല്ല നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റാണ്, കോമൺ പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഹെഡ്സെറ്റ് ആണ്. ഹെഡ്സെറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന കാറ്റഗറി ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഒന്നും കൊടുക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കോമൺ ആയിട്ട് എല്ലാവരിലേക്ക് എത്തേണ്ട പ്രൊഡക്റ്റാണ്. കാരണം നമ്മളൊരു പാവപ്പെട്ടവർ അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക്
ഇൻസ്പയർ ചെയ്തുകൊണ്ട് എടുക്കുക, എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് ഇടാം, പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട. അതല്ല സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ടാർഗറ്റ് മസ്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, സ്റ്റുഡൻറ്റിന് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസിന് മാത്രം ടാർഗറ്റ് ചെയ്യുക, ബിസിനസ് ഓണേഴ്സ് ആണ് ബിസിനസ് ഓണേഴ്സിന് മാത്രം ടാർഗറ്റ് ചെയ്യുക, കോമൺ പ്രോഡക്റ്റ് ആണെങ്കിൽ കോമൺ ആയിട്ട് ചെയ്യാം. ഒരു പുട്ടുപൊടി അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നല്ലത് കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. ദെൻ നമ്മുടെ ലാംഗ്വേജ് മലയാളികൾ മാത്രമാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ കേരള എല്ലാവരെയും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾ ലാംഗ്വേജസ് ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും സേവ് ചെയ്ത് വെക്കാം. ദെൻ നമ്മുടെ പ്ലേസ്മെൻറ്റ് കറക്റ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റെപ്പാണ്. തേർഡ് സ്റ്റെപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെക്കൻഡ് സ്റ്റെപ്പിലാണ് നമ്മൾ ഓഡിയൻസിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റ്, ലൊക്കേഷൻ, പ്ലേസ്, ഇൻട്രസ്റ്റ് ഇവയെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ തേർഡ് സ്റ്റെപ്പിലാണ് നമ്മൾ കസ്റ്റമർ എന്ത് വിഷ്വലാണ് കസ്റ്റമർ കാണുന്നത് എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കസ്റ്റമർ എന്തൊക്കെ വിഷ്വൽ കാണുന്നു എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള ഇമേജുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇമേജ് വേണം, വീഡിയോ വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. എല്ലാ ഓപ്ഷനും നമുക്ക് അവൈലബിളായിരിക്കും. ഓക്കെ ഓക്കെ ജസ്റ്റ് ഒരു ഇമേജ് നമുക്കൊന്ന് നോക്കാം. യെസ്, ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഇടഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ ഇമേജ് ഇവിടെ വന്നു. ഈ ഒരു ഇമേജാണ് കൂടുതൽ ആളുകൾ കാണാൻ. ശ്രദ്ധിച്ചോ, പേരുണ്ട്, ഫോളോ ഉണ്ട്, കസ്റ്റമറിൻ്റെ ഡയറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ആയിരിക്കും വരാം. സ്റ്റോറിയിലാണെങ്കിൽ അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഒരു പ്രൈമറി ടെക്സ്റ്റ് കൂടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. പ്രൈമറി ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കാം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ആ കണ്ടന്റ് എക്സാക്റ്റ് കൊടുക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് തന്നെ സോഷ്യൽ മീഡിയ വഴി ഓൺലൈൻ പ്രസൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം. അങ്ങനെ വേണ്ടി നമുക്ക് ഇനി ഓൺലൈനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടന്റാണോ വേണ്ടത് അത് നമ്മളിവിടെ പ്രോപ്പറായിട്ട് ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന കീ വേർഡ്സ് ഇവിടെ എവിടെ വരും? യെസ്, ഈ ടോപ്പിൽ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രമാണ് ഇത് ഫുൾഫിൽ ആവുള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഇങ്ങനെയും കൊടുക്കാം. വേർഡ്സ് നമുക്ക് എങ്ങനെയും കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത് വളരെ ഷോർട്ടായിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മലയാളത്തിലോ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ലാംഗ്വേജിലൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ കൊടുക്കാം വേണമെങ്കിൽ. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മലയാളത്തിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ പേജ് യെസ്, അപ്പോൾ ഈ ലെവലിലേക്ക് എനിക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ദെൻ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇപ്പോൾ മലയാളത്തിന് പകരം ഇംഗ്ലീഷിന് പകരം വേണമെങ്കിൽ മലയാളം വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ കൊടുക്കുക. വേണമെങ്കിൽ ടിപ്സ് കൊടുക്കാം, കൂടുതൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്താണോ അത് അതിനനുസരിച്ച് കൊടുക്കുക. ഓരോ പോസ്റ്റ് ഒരു പേജിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ച് മാറ്റി കൊടുക്കുക. ദെൻ ഇത്രയാണ് നമുക്കിതിൽ വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പോസ്റ്റുകളുടെ എവിടേക്ക് പോകുന്നുണ്ടോ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും കൂടെ കാണാം. ഓക്കെ, അപ്പോൾ കസ്റ്റമറിനെ ഡയറക്റ്റ് ഫോളോ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഫോളോ ചെയ്യും എങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും ഫേസ്ബുക്കിൻ്റെ നോക്കുകയാണെങ്കിൽ ഫീഡ്സ്, വീഡിയോ ഫീഡ്സ്, മാർക്കറ്റ് പ്ലേസ്, റീൽസ്
പിന്നെ സെർച്ച് റിസൾട്ട് ഇവിടൊക്കെയാണ് നമ്മുടെ ആഡ് റൺ ആവുക. ഓക്കെ, ദെൻ പബ്ലിഷ് ബട്ടൺ പ്രസ് ചെയ്യുക. ഒരു കുറച്ച് ഹവേഴ്സിനുള്ളിലായിട്ട് നമ്മുടെ ആഡ് എന്ത് ചെയ്യുന്നു, ഇൻ റിവ്യൂവിൽ നിന്നും പബ്ലിഷ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആഡ് കൂടുതൽ ആളുകളിലേക്ക് എത്തും, ലൈക്ക് കൂടും, കാര്യങ്ങൾ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പേജ് ലൈക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.